നമസ്കാരം, ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. മതവിശ്വാസം എന്നത് കേവലം ചടങ്ങുകളിലല്ല, മറിച്ച് മനുഷ്യരോടുള്ള കരുണയിലും സ്നേഹത്തിലുമാണ് പ്രകടമാകേണ്ടതെന്ന് ലിയോ 14 മാർപ്പാപ്പ. അൾജീരിയ സന്ദർശന വേളയിൽ വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റുള്ളവരോട് കരുണ കാണിക്കാത്ത ഒരു മതം ദൈവത്തിന്റെ കണ്ണിൽ ഒരു വലിയ അപമാനമാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും എന്നാൽ സഹോദരങ്ങളോട് ക്രൂരത കാണിക്കുകയും ചെയ്യുന്നത് വിരോധാഭാസമാണെന്ന് മാർപ്പാപ്പ ചൂണ്ടിക്കാട്ടി. മതം സമാധാനവും ഐക്യവും വളർത്താനാണ് ശ്രമിക്കേണ്ടത്. അക്രമവും വിദ്വേഷവും മതത്തിന്റെ പേരിൽ ന്യായീകരിക്കുന്നത് ദൈവനിന്ദയ്ക്ക് തുല്യമാണെന്നും മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു. ആതുര ശുശ്രൂഷ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും മറ്റ് സമസ്ത മേഖലകളിലും നിർണായകമായ പങ്ക് വഹിക്കുകയും ഇടപെടലുകൾ നടത്തുകയും ചെയ്യുന്ന സഭ രാഷ്ട്ര നിർമ്മാണത്തെ സംബന്ധിക്കുന്ന തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിലും ഇടപെടുക തന്നെ വേണമെന്നും അതിനെതിരെ പറയുവാൻ ഒരു കക്ഷി രാഷ്ട്രീയക്കാരനെയും അനുവദിക്കില്ലെന്നും KCBC മധ്യവിരുദ്ധ സമിതി വക്താവും സംസ്ഥാന സെക്രട്ടറിയുമായ പ്രസാദ് കുരുവിള പറഞ്ഞു. 2000-ലധികം വർഷം പഴക്കമുള്ള സഭയാണിത്. ഏതെങ്കിലും പാർട്ടിയിൽ ചെന്ന് 2 വർഷത്തെ പ്രവൃത്തി കൊണ്ട് സഭയെയും സമുദായത്തെയും ഒന്നാകെ കൂച്ചുവിലങ്ങണിയിക്കാമെന്ന് ആരും കരുതേണ്ടെന്നും പ്രസാദ് കുരുവിള പ്രതികരിച്ചു. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെ വിമർശന അപസ്വരങ്ങളുമായി ബന്ധപ്പെട്ട് ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് നൽകിയ പ്രതികരണം തൽപര കക്ഷികൾക്ക് തക്കതായ താക്കീതിനും തിരുത്തലിനും വഴിയൊരുക്കപ്പെട്ടിട്ടുണ്ടാകാം. കല്ലറങ്ങാട്ട് ബിഷപ്പിനും സഭാ നേതൃത്വത്തിനും സമിതി സമ്പൂർണ്ണ പിന്തുണ അറിയിച്ചു. ദീപിക ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല. സാമൂഹ്യ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ വയലേശമില്ലാതെയാണ് ദീപികയുടെ പ്രവർത്തനമെന്നും KCBC മധ്യവിരുദ്ധ സമിതി വക്താവ് കൂട്ടിച്ചേർത്തു. PC ജോർജിന്റെ ജൽപ്പനങ്ങൾ അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്ന് കത്തോലിക്ക കോൺഗ്രസ് പാലാ രൂപതാ സമിതി. പാലാ അരമനയിലേക്ക് കല്ലെറിഞ്ഞപ്പോൾ താൻ ഒറ്റയ്ക്ക് നിന്ന് തടഞ്ഞുവെന്ന ചാനലിലെ ജോർജിന്റെ പ്രതികരണം പച്ചക്കള്ളമാണ്. ബിഷപ്പ് ഹൌസിലേക്ക് ആരും കല്ലെറിഞ്ഞിട്ടില്ല. പ്രകടനം നടത്തിയവർ ബിഷപ്പ് ഹൌസ് ഭാഗത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ അത് തടയുകയും അവർ പിരിഞ്ഞു പോവുകയുമാണ് ഉണ്ടായതെന്നും കത്തോലിക്ക കോൺഗ്രസ് പറഞ്ഞു. സഭാ നേതൃത്വത്തെയും വിശ്വാസികളെയും തമ്മിൽ തെറ്റിക്കുവാനുള്ള ജോർജിന്റെയോ മകന്റെയോ പ്രസ്താവനകളോ ഭീഷണികളോ വിലപ്പോവുകയില്ല. കത്തോലിക്ക സഭയെ പിതാക്കന്മാരെയും അവഹേളിക്കുന്ന ജോർജിന്റെ പ്രസ്താവനകളിൽ ഇടപെടണമെന്നും BJP നേതൃത്വത്തോട് കത്തോലിക്ക കോൺഗ്രസ് പാലാ രൂപതാ സമിതി ആവശ്യപ്പെട്ടു. വടക്കുകിഴക്കൻ ഇന്ത്യയിലെ പ്രത്യേകിച്ച് അരുണാചൽ പ്രദേശിലെ കത്തോലിക്ക സഭയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ച പ്രമുഖ സലേഷ്യൻ മിഷണറി ഫാദർ ജോർജ് കൊട്ടാരത്തിൽ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് അദ്ദേഹത്തിന്റെ വിയോഗം. അരുണാചൽ പ്രദേശിലെ ദുർഘടമായ പാതകളിലൂടെ സഞ്ചരിച്ച് സുവിശേഷ വെളിച്ചമെത്തിച്ച മിഷണറിമാരിൽ പ്രധാനിയായിരുന്നു അദ്ദേഹം. ഗോത്രവർഗ മേഖലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനും പ്രാദേശിക ഭാഷകളിൽ പ്രാർത്ഥനാ പുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിനും നേതൃത്വം നൽകിയ വൈദികനായിരുന്നു ഫാദർ ജോർജ് കൊട്ടാരത്തിൽ. പൊതുദർശനത്തിന് ശേഷം ഔദ്യോഗിക കർമ്മങ്ങളോടെ മൃതദേഹം സംസ്കരിക്കും. നിരവധി വിശ്വാസികളും വൈദികരും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ലോകം സംഘർഷങ്ങളിലൂടെ കടന്നുപോകുന്ന ഈ കാലഘട്ടത്തിൽ സമാധാനവും ക്ഷമയും കൈമുതലാക്കിയവർക്കായിരിക്കും ഭാവിയെന്ന് ലിയോ 14 മാർപ്പാപ്പ. തന്റെ ആദ്യ അൾജീരിയ സന്ദർശനത്തിനിടെ രക്തസാക്ഷി സ്മാരകത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഹൃദയത്തിൽ സമാധാനം കൈവരിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ വിമോചനം സാധ്യമാകൂ. മുൻകാലങ്ങളിലെ വിദ്വേഷം വരും തലമുറകളിലേക്ക് പകർന്നു നൽകരുതെന്നും ക്ഷമിക്കുവാൻ ശീലിക്കണമെന്നും മാർപ്പാപ്പ ആവശ്യപ്പെട്ടു. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മാർപ്പാപ്പ അൾജീരിയ സന്ദർശിക്കുന്നത്. 5-ാം നൂറ്റാണ്ടിലെ വിശുദ്ധനായ സെന്റ് അഗസ്റ്റിന്റെ ജന്മനാട് എന്ന നിലയിൽ ഈ സന്ദർശനം തനിക്ക് വ്യക്തിപരമായി ഏറെ പ്രിയപ്പെട്ടതാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. സലേഷ്യൻ മിഷണറിമാരുടെയും പ്രാദേശിക സഭയുടെയും പ്രവർത്തനങ്ങളെയും പാപ്പ അഭിനന്ദിച്ചു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.